ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഗിവ് അവേയുടെ പർച്ചേസിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഗിവ് അവേയുടെ പർച്ചേസ് എന്ന് പറയുമ്പോൾ ഈ കടയിൽ നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല. പിന്നെ നോട്ട്ബുക്സ് ആണ് എൻ്റെ മെയിൻ ലക്ഷ്യം. കാരണം നല്ല ഫാൻസി ആയിട്ടുള്ള നോട്ട്ബുക്ക് കിട്ടുന്നൊരു ഷോപ്പാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെജ ബേബിക്ക് കൊട്ടക്കണക്കിന് ടോയ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം ഹെജ ബേബിക്ക് അവിടെ കാണുന്ന എല്ലാ ടോയ്സും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പാവല്ലേ കുഞ്ഞല്ലേ വാവയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ വച്ച് പിടിച്ച് പോയത് ഈ ഒരു KFCയിലേക്കാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ KFC ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ മാരേജിൻ്റെ ട്രീറ്റ് ഇതുവരെ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞത് മാരേജ് ട്രീറ്റാണ്, ഞങ്ങളുടെ വകയാണ് ട്രീറ്റ്, ഞങ്ങൾക്ക് KFC തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് KFCയുടെ ഫാൻസാണ് കേട്ടോ അവർ. അപ്പോൾ UAE നിന്ന് ഫസ്റ്റ് ടൈമാണ് രാഖിയൊക്കെ KFC കഴിക്കുന്നത്. മറ്റവൻ മനു ഓൾറെഡി KFC കാര്യങ്ങളൊക്കെ അതിൽ മുങ്ങി കുളിച്ച് കിടക്കുന്ന ഒരാളാണ്. അവനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ KFC. പിന്നെ ഗൈസ് ഇവിടെ KFC ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ നേരിട്ട് ക്യാഷ് കൗണ്ടറിൽ പോയിട്ടല്ല കേട്ടോ ഓർഡർ കൊടുക്കുന്നത്. ഇതുപോലെ ഒരു മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതിലിങ്ങനെ ഓർഡർ കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്നൊരു ബില്ലുണ്ട്. ആ ഒരു ബില്ലായിട്ട് നമ്മൾ നേരെ ക്യാഷ് കൗണ്ടറിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവർ നമുക്ക് KFCയുടെ ഇത് തരുന്നതായിരിക്കും. അവർ KFC നമുക്ക് തരുന്നതായിരിക്കും. അങ്ങനെയാണ് കേട്ടോ ഇവിടെ KFC ഒക്കെ ഓർഡർ ചെയ്യേണ്ടത്. നാട്ടിലത്തെ പോലെ അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബക്കറ്റ് KFC ഇവിടെ റെഡി ആയിട്ട് വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇക്കുനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹെസ ബേബിക്ക് തീരെ ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ ഫ്രഞ്ച് ഫ്രൈസ് കണ്ണിൽ നേരെ കണ്ടത് കൊണ്ട് തന്നെ അവൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരിക്കലും കുഞ്ഞു മക്കൾക്ക് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് റെക്കമെൻഡ് ചെയ്യുന്നൊരു സാധനമല്ല. പിന്നെ ഹെസ ബേബിക്ക് പിന്നെ എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ കണ്ടുപോയത് കൊണ്ട് അവൾ അതിന് വാശി പിടിച്ചത് കൊണ്ട് 1-2 പീസ് കൊടുക്കും. വീഡിയോ എടുക്കാണ്. ചൂട് എനിവേ ഗൈസ്, ഞാൻ ഇക്കുവിനെ ഇക്കൂന്ന് വിളിക്കുന്നത് കൊണ്ട് തന്നെ ഹെസ ബേബി ഇപ്പം നൈസായിട്ട് പപ്പാന്ന് മാറ്റിയിട്ട് ഇക്കൂന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇക്കു എന്നെ അച്ചു എന്ന് വിളിക്കുന്നത് കൊണ്ട് അവൾ എന്നെ അച്ചു എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മുതൽ ഞങ്ങൾ പപ്പ മമ്മ എന്ന് പരസ്പരം വിളിക്കേണ്ട ഒരു അവസ്ഥയിലും ഗതികേടിലും ഒക്കെ വന്നെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ KFC എൻജോയ് ചെയ്യുന്നൊരു സീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പിന്നെ ഈ ഒരു KFCയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പീസുകൾ, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ എനിക്കിഷ്ടം കോൾസ്ലോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടം എന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സന്തോഷമാണ് ഞാൻ കാണുന്നത്. ഏറ്റവും വലിയ ആക്രാന്തമായിരിക്കുന്നത് പറയാം എൻ്റെ പീസില്ല എന്നൊക്കെ. കാരണം ആകെ ഉണ്ടായിരുന്ന പീസും അവളുടെ പീസും ഒക്കെ അവൻ തിന്നിട്ടാ പറയുന്നത്. ഇല്ലേക്കു എന്താ പറയാനുള്ളത്? ഇതിന് എന്നോട് പറയല്ലേ ഒരു ചാലഞ്ച് വെക്കണം, ഈറ്റിംഗ് ചാലഞ്ച്, ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച്. ഞാൻ പറഞ്ഞു പാനിപൂരി, KFC വേണം ഫുഡ് ഈറ്റിംഗ് ചാലഞ്ചിൽ വെക്കാൻ. 8 പീസ്, ഒരു 10 ഒക്കെ 8 കഴിക്കുന്നു. ഇവന്റെ മുഖം നോക്കി വെച്ചേക്കണേ. 8 പീസ് KFC. ആരും കണ്ണു വിടരുത് കേട്ടോ, ആരും കണ്ണു വിടരുത്. ചെറുക്കൻ 8 പീസ് കഴിക്കാം. എൻ്റെ ഇക്കൊക്കെ 3 പീസ് 2 പീസ്. എന്താ പറ, ഒരു 10 ഒക്കെ പറയായിരുന്നു എന്നോള്. പറ. ഓക്കേ ഗൈസ്, ഒന്നുമില്ല ഗൈസ്, ഞാൻ ഒരു പീസ് ആയതുള്ള ഗൈസ്. ലോറി മറിഞ്ഞാണ് ഒന്നേ ഉള്ളൂ ചേച്ചി.
ഇതെന്താ സീനെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുമല്ലേ? ഞങ്ങൾ എന്തിനെങ്ങനെ കുടുകുടാ ചിരിക്കുന്നതെന്ന്. അവനാണ് ഇത്രയും പീസുകൾ കഴിച്ചതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി എൻ്റെ പ്ലേറ്റ് കിടന്ന എല്ലും ഇക്കുൻ്റെ പ്ലേറ്റ് കിടന്ന എല്ലും കൂടി ഇക്കു എടുത്ത് അവൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന സീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ചാലഞ്ചോ? ഇപ്പൊ ചാലഞ്ച് ഒന്നുമില്ലേ ഗൈസ്? ഞാൻ ചാലഞ്ച് ഇടുന്നുണ്ട്. ഒരു പാനിപ്പൂരി ചാലഞ്ച് നമുക്ക് 4 പേർ കൂടെ അല്ലെങ്കിൽ ഒരാളെ കൂടെ അടിച്ചു കയറ്റാൻ പറ്റുമെങ്കിൽ നമുക്കൊരു പാനിപ്പൂരി ചാലഞ്ച് നോക്കാം. ഫുൾ വ്ളോഗ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് പാനിപ്പൂരി ചാലഞ്ച് വെച്ചാലോ എന്നുള്ളത്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു KFCയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചിക്കനും അങ്ങനത്തെ ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു കോൾസ്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്യാബേജൊക്കെ ഇട്ട് കിട്ടുന്നൊരു സാധനമുണ്ട്. ഞാൻ മുന്നേയും വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ അഡിക്ഷൻ. പിന്നെ ഈ ഒരു ചിക്കൻ ഞാൻ മാക്സിമം പോയാൽ 1 പീസ് 1.5 പീസ് 2 പീസിന് അടുപ്പിച്ച് മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മെയിൻ സംഭവം ആ ഒരു കോൾസ്ലോ കഴിക്കലാണ്. അപ്പോൾ കോൾസ്ലോ ഞാനൊരു ലോഡ് വാരി വെക്കും, ചിക്കൻ ഞാനൊരു ചെറിയ പീസ് എടുക്കും, അങ്ങനെയുള്ളൂ കേട്ടോ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോൾസ്ലോ ആണ് KFCയിൽ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. തിന്നു കഴിഞ്ഞിട്ട് അവൻ പറയല്ലേ ഇറങ്ങുന്നില്ല ചേച്ചി, ഇറങ്ങുന്നില്ലെന്ന്. നിങ്ങളിത് കേൾക്കണം, ഇറങ്ങുന്നില്ല. ബേബി കഴിച്ച അവസാനിപ്പിച്ച ബേബിക്ക് പിന്നെ അവളുടെ ഫുഡ് അവൾക്കൊരു പീസ് പോലും വേണ്ട, ഫുള്ള് ഫ്രഞ്ച് ഫ്രൈസ് മാത്രം മതി. ഒരു സ്ട്രൈപ്സിന്റെ കുറച്ച് കഴിച്ചു അല്ലേ? ഞാനൊരു ചിക്കൻ പീസ് കഴിച്ചു ഗൈസ്. കഴിച്ചപ്പോൾ വേറെ ഫുള്ളായി. ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. കണ്ടോ, 6ാമത്തെ സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ, അത് മൂടി വെച്ചു. അവനത് മൂടി വെച്ചു ഗൈസ്. എന്താണ് ഗൈസ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിനെ പറ്റി? 6 കഴിച്ചതിനെ പറ്റിയാണോ? എന്ത് പറ്റിയാണ്? മനുഷ്യരല്ലേ ഉള്ളത്. മനുഷ്യരല്ലേ, അതുകൊണ്ടാ 6 കഴിച്ചെന്ന്. അപ്പോൾ ഇത് അകത്താക്കിയിട്ട് ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ എപ്പിസോഡിൽ ഫുള്ള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. നിങ്ങൾക്കുള്ളൊരു ഷോപ്പിങ്ങിൻ്റെ നോട്ട്ബുക്ക് ഞാൻ പർച്ചേസ് ചെയ്യുന്നതും പിന്നെ ഈ ഒരു KFCയുടെ വിശേഷങ്ങളും കുറച്ച് തള്ളും കാര്യങ്ങളും മാത്രമായിരിക്കും. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.